റിവ്യൂ റേഷനിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കറുപ്പിന്റെ ക്ലൈമാക്സിൽ നമുക്ക് റിയാക്ട് ചെയ്തിരുന്നു. അപ്പൊ നല്ല കോപ്പറേറ്റ് വന്നിരുന്നു. എന്നിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തു. മ്യൂസിക്കിന് കോപ്പറേറ്റ് ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട്. ഭാഗ്യത്തിന് വീഡിയോയ്ക്ക് ഞാൻ അതിൽ കുറച്ച് ഹൈഡൊക്കെ ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ നമുക്ക് പുതിയ ട്രെയിലർ വന്നിട്ട് നമ്മൾ പൃഥ്വിരാജ് പുതിയ നായകനായിട്ട് പുതിയ സിനിമ നോബഡി നമ്മൾ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും കണ്ട് റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വൈകിട്ട് വന്ന ട്രെയിലറാണ്. ഞാൻ ജസ്റ്റ് ട്രെയിലർ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഞാൻ ആ കാര്യം വിട്ടുപോയിരുന്നു. ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പോൾ ട്രെയിലർ ഒന്ന് കിടക്കുള്ളൂ. അപ്പൊ കണ്ട് റിയാക്ട് ചെയ്യാന്ന് വെച്ചു. അപ്പം നമ്മുടെ ചാനൽ അതിലാണെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോട്ട് പോവാം. രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ, എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സിനിമ കണ്ടു കുറെ കിട്ടിയ മുതലിന്റെ പകുതിക്ക് ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ദേഹത്തുണ്ട്. പകുതിയാക്കണ്ട, മൊത്തമായിട്ട് തന്നേക്കാം. രാജീവൻ സാറല്ലേ? സാർ SP ഓഫീസർ എന്ന് പറഞ്ഞായിരുന്നു. രാജീവൻ ഏത് ബാങ്കിൽ അക്കൗണ്ട്? പാർവതി SSB ഇംഗ്ലീഷിനോ? അവിടെ തന്നെ. പിന്നെ അതിനാ രാജീവൻ എന്ന ISFC ബാങ്കിൽ പോയത്? ഈ പറഞ്ഞ രാജീവൻ ഇത് ആദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. ഇതിന് മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് താനിങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങൾ പോലീസുകാർ പെട്ടുപോലോ. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. എടാ, ബാങ്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്നത് സേഫ് ആണോ? അവിടെ ഞങ്ങൾ പിന്നെ അമ്മരെ ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് ഉമ്മാരുടെ പുറകെ നടക്കുക സാർ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാൻ വന്ന് അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷെ എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന നീ പറയുന്നേ? നിന്റെ ഈ മിസ്റ്റേക്ക് ഇല്ലേ, ഇവിടുത്തെ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. രാജീവൻ ഒരു ക്രിമിനലാണ്, അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവിനൊന്നും പറയാനില്ലേ സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറ. എന്നിട്ടെന്താ, പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. ഇപ്പൊ ജീവനോടില്ല. കൊള്ളാം. ട്രെയിലർ അങ്ങനെ ഒരുപാട് നമുക്ക് കഥ ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ട്രെയിലർ. എന്തായാലും റിലീസ് ഡേറ്റ് എന്നാ? അത് റിലീസ് ഡേറ്റ് ജൂലൈ 9 ഓക്കെ. എന്തായാലും സിനിമ വരട്ടെ തിയേറ്ററിൽ. എന്തായാലും അടിപൊളിയായിരിക്കുന്നു വിചാരിക്കുന്നു. കണ്ടിട്ട് ട്രെയിലർ കണ്ടിട്ട്. കാരണം പൃഥ്വിരാജ് സിനിമകൾ അങ്ങനെ ഒരുപാട് മോശം പടങ്ങളൊന്നും ഒരുപാട് അങ്ങനെ അടുത്തൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും തിയേറ്ററിൽ വരട്ടെ. അപ്പൊ അടിപൊളിയായിരിക്കും മിക്കവാറും. അപ്പൊ ഇനിയിപ്പോ അടുത്ത ട്രെയിലർ നമുക്ക് വേറെ ഒന്നും വരാൻ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണാം. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല തോന്നുന്നു ട്രെയിലർ. അപ്പൊ ട്രെയിലറിൽ എന്തായാലും ഒന്നും മനസ്സിലാവുന്ന കാര്യം 2 മിനിറ്റ് ട്രെയിലർ ഉണ്ടോ. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും സിനിമ വരട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു കാണാം. എല്ലാവർക്കും ബൈ.